ലോകം ഇന്നുവരെ കാണാത്ത അത്യന്തം ഭീതിജനകമായ യുദ്ധവാർത്തകളാണ് നമ്മൾ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും കേട്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് വെറും ഒരു സംഘർഷത്തിന്റെ വാർത്തകളെയല്ല, മറിച്ച് ഒരു ദേശത്തിന്റെ തന്നെ പതനത്തിന്റെയും ആഗോള യുദ്ധത്തിന്റെ തുടക്കത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എന്നുള്ളതാണ്. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ഭരണസിരാ കേന്ദ്രത്തെയും ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ അഗ്നിക്കിരയാക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലും അമേരിക്കയും സ്ഥിരീകരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും തള്ളുകയാണ് ഇറാൻ. ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ ഇല്ലാതായി എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ സൈക്കോളജിക്കൽ മൂവ് എന്ന് തിരുത്തുകയാണ് ഇറാൻ. അപ്പോഴും ഖമനേയിയുടെ മകളും പേരക്കുട്ടിയും മരിച്ചുവെന്ന റിപ്പോർട്ടുകളും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഗൾഫ് രാജ്യങ്ങളിലെ ആകാശത്ത് തീമഴ പെയ്യിക്കുമ്പോൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ അടക്കമുള്ള പ്രവാസികളുടെ സുരക്ഷയിൽ നാം എല്ലാവരും അതീവ ആശങ്കയിലാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന് ഡൊണാൾഡ് ട്രംപ്. ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ കൊല്ലപ്പെട്ടുവെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ പോസ്റ്റ്. മരണം സ്ഥിരീകരിക്കുന്ന അവകാശവാദവുമായി ബെഞ്ചമിൻ നെതന്യാഹുവും. സൈക്കോളജിക്കൽ യുദ്ധതന്ത്രമെന്നും ആക്രമണത്തെ നയിക്കുന്നത് ഖമനേയി എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരങ്ചി. നാമി ഹൈദറിന്റെ നാമത്തിൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഖമനേയിയുടെ അക്കൗണ്ടിൽ പുതിയ പോസ്റ്റ്. ആക്രമണത്തിൽ ഖമനേയിയുടെ മകളും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ. രാത്രി മുഴുവൻ നീണ്ട വ്യോമാക്രമണം തുടർന്ന് ഇറാനും ഇസ്രായേലും. ഗൾഫ് മേഖലയിലേക്കും ആക്രമണം തുടർന്ന് ഇറാൻ. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ദുബായിലെ ബുർജൽ അറബിൽ തീപിടുത്തം. ജബലലി തുറമുഖത്തും ദുബായ് അബുദാബി വിമാനത്താവളങ്ങളിലും ആക്രമണം. ബഹ്റൈനിലും ഖത്തറിലും മിസൈൽ വർഷം. UAE പെയ്തത് 137 മിസൈലുകളും 209 ഡ്രോണുകളും. ലോകത്തിന് സാമ്പത്തിക പ്രഹരമേൽപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് അടച്ചുവെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ. ഇറാനിൽ 201 പേർ കൊല്ലപ്പെട്ടു, 800-ലേറെ പേർക്ക് പരിക്ക്. ഇറാനിലേക്കുള്ള US ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ. നയതന്ത്ര ചർച്ചയ്ക്കിടെ നടത്തിയ ആക്രമണം അംഗീകരിക്കാനാകില്ല എന്നും പശ്ചിമേഷ്യയെ വൻ ദുരന്തത്തിലേക്ക് നയിക്കുന്നുവെന്നും ചൈനയും റഷ്യയും. യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് കാപട്യമെന്നും റഷ്യ. മേഖലയിൽ സ്ഥിരത നിലനിർത്തണമെന്നും മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്നും ജർമ്മനി, ഫ്രാൻസ്, UK സംയുക്ത പ്രസ്താവന. ഇരുഭാഗവും പരമാവധി സംയമനം പാലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും UN-ഉം. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യയും ഇസ്രായേലും ഇറാനും അടക്കം ഗൾഫ് മേഖലയിലെ 7 വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. യുദ്ധം ഒഴിവാക്കി സമാധാനവും നയതന്ത്രവും പിന്തുടരണമെന്നും എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ മാനിക്കേണ്ടതുണ്ട് എന്നും ഇന്ത്യ. സംഘർഷ മേഖലയിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസിയുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജയസാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നില്ല എന്ന വിമർശനം CPM-നുള്ളിൽ പുകയുന്നു. പല പ്രമുഖരും തഴയപ്പെട്ടു എന്ന പരാതി നിലനിൽക്കെ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സണ്ണി ജോസഫും VD സതീശനും ഡൽഹിയിൽ. സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എൽസ്റ്റണിലെ മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 11-ന് ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കും. ഗുണഭോക്താക്കളുടെ പട്ടയ വിതരണവും നടത്തും. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടം. വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരം വൈകിട്ട് ഈഡൻ ഗാർഡൻസിൽ. സെമിയിലെത്താൻ ഇന്ന് ജയം അനിവാര്യം. ശ്രീലങ്കയെ തോൽപ്പിച്ചിട്ടും സെമി കാണാതെ പാകിസ്ഥാൻ പുറത്ത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധഭീതിയിലാണ്. യുദ്ധത്താൽ പുകയുകയാണ്. അതിനിടയ്ക്ക് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, മരണം സ്ഥിരീകരിക്കുന്ന അവകാശവാദവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വന്നു. സൈക്കോളജിക്കൽ യുദ്ധതന്ത്രമാണ് ഇതെന്നും ആക്രമണത്തെ നയിക്കുന്നത് ഖമനേയി എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരങ്ചി
വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നാമി ഹൈദറിന്റെ നാമത്തിൽ ആക്രമണം തുടരും എന്ന സൂചന നൽകിയിരിക്കുകയാണ് ഖമനേയുടെ അക്കൗണ്ടിൽ വന്ന പുതിയ പോസ്റ്റ്. വിവരങ്ങളുമായി നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത സാഹചര്യമല്ല നിലവിൽ. ഏറ്റവും ഒടുവിൽ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ ഇസ്രായേലും പറയുന്നത് ഖമനേയി കൊല്ലപ്പെട്ടു എന്നാണ് അവരുടെ അവകാശവാദം. എന്തായാലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രഖ്യാപനമാണ്. ഇറാൻ അത് നിഷേധിക്കുകയും ചെയ്യുന്നു. താങ്കൾ എങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഒരു വശത്ത് അവകാശവാദം, മറുവശത്ത് നിഷേധം. ഇവിടെ ചർച്ചാ വിഷയമാകുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയാണ്. അലി ഖൊമേനിയുടെ ചുറ്റും കറങ്ങുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് ഏറെക്കാലമായി 1989 മുതൽ ഈ സംവിധാനം പോകുന്നത്. 1979 ഇസ്ലാമിക് റവല്യൂഷന്റെ സമയത്ത് അധികാരമേറ്റെടുത്ത ആയത്തുള്ള ഖൊമേനി, അതിനുശേഷം അലി ഖൊമേനി അധികാരം ഏറ്റെടുക്കുന്ന 10 വർഷത്തിന് ശേഷമാണ്. അത് മുതൽ തന്നെ ഇറാൻ തീർച്ചയായും അദ്ദേഹം ഇറാന്റെ ഏറ്റവും ഉന്നത സ്ഥാനീയം തന്നെയായിരുന്നു. എല്ലാ രംഗത്തും, രാഷ്ട്രീയവും, ടെമ്പറൽ, പൊളിറ്റിക്കൽ, റിലിജിയസ്, ഏത് രംഗത്തും ആ ഒരു നേതാവ് എന്ന് പറയുന്നത് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇറാന്റെ ആത്മവീര്യം ഏറെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇറാൻ പറയുന്നു ഏതെങ്കിലും കാരണവശാൽ തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടാൽ വി ഹാവ് എ പ്ലാൻ ബി, വി ഹാവ് എ സക്സഷൻ പ്ലാൻ. ഒരു പുതിയ അധികാരമുണ്ടാകും, പുതിയ നേതൃത്വം ഉണ്ടാകും. അദ്ദേഹം തന്നെ 3 പേരുടെ പേര് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ നേതൃത്വം തീർച്ചയായും കൈമാറ്റപ്പെടും. അതിനൊരു സംവിധാനം അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഈ ഘടനകളെ സംരക്ഷിക്കാൻ IRGC സംവിധാനമുണ്ട് എന്നെല്ലാമാണ് ഇറാൻ എക്കാലത്ത് ക്ലെയിം ചെയ്തിരുന്നത്. അതൊക്കെ ക്ലെയിം മാത്രമാണ്. പക്ഷെ ഇവിടെ സ്ഥിരീകരണമില്ല. 2 ഭാഗത്തും ക്ലെയിംസ് വരുന്നു. ഇറാന്റെ ഭാഗത്ത് വരുന്നു അയത്തുള്ള അലി ഖൊമേനിയെ ആക്രമണം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇറാൻ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് ഖമനേയി കൊല്ലപ്പെട്ടോ എന്നുള്ളത്. കുറച്ചു നേരമായി ആ വാർത്ത കേൾക്കുന്നു. അതായത് പല ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായി എന്ന് കേൾക്കുന്നു, അതിനുശേഷം നിരാകരണം ഉണ്ടായി എന്ന് കേൾക്കുന്നു. 2 കാര്യങ്ങളും സമാന്തരമായി കേൾക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം അവിടെയുണ്ട്. അതായത് പല അന്താരാഷ്ട്ര ഏജൻസികളും റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടു എന്നാണ്. അയത്തുള്ള അലി ഖൊമേനിയുടെ കൊട്ടാരത്തിന് നേരെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കെട്ടിട സമുച്ചയം വലിയ 30-ലധികം ബോംബുകൾ വർഷിച്ചാണ് കഴിഞ്ഞ ദിവസം തകർത്തത്. അതിനുള്ള ഏറിയൽ പിക്ചേഴ്സ് കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നതിന് സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഔപചാരികമായി വരികയാണ് എങ്കിൽ തീർച്ചയായും അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും. ഭരണമാറ്റം എന്ന് പറയുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റമല്ല, ഉള്ളിൽ തന്നെ മറ്റൊരു ഭരണം ഉണ്ടാകും. മറ്റൊരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വരികയാണ്. പിൻഗാമിയെ തീർച്ചയായിട്ടും നിശ്ചയിച്ചുറപ്പിച്ച പിൻഗാമി തന്നെ വരും. അത് മാത്രമല്ല, പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ സൈന്യത്തിന്റെയും സംവിധാനത്തിന്റെയും എല്ലാം കോർഡിനേഷൻ ഈ അലി ലാർജാനി എന്ന് പറയുന്ന മറ്റൊരു നേതാവിലേക്ക് വന്നു ചേരുകയാണ്. ഇപ്പോൾ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്നത് ലാർജാനിയിലാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ അലി ഖൊമേനി തീർച്ചയായും ഒരു പിതൃ സാന്നിധ്യം എന്നതിനുപരിയായി യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നത് ആര് എന്നതാണ് വിഷയം. അതുകൊണ്ട് ഈ ഘടന, ഇറാന്റെ ഉള്ളിലെ ഘടന സാമൂഹികവും രാഷ്ട്രീയവും ആയ ഒരു അധികാര ഘടനയുണ്ട്. ആ ഘടന മാറ്റിയെടുക്കുക എന്നതിന് വേണ്ടിയാണല്ലോ അമേരിക്ക ഇപ്പോൾ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ആണവ വിഷയത്തിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോയി ആണവ കരാറിൽ ഏർപ്പെടാൻ വേണ്ടി ഇറാൻ തയ്യാറായിരുന്നല്ലോ. ആണവ സമ്പുഷ്ടീകരണം കുറച്ചുകൊണ്ട് വരാനും അങ്ങനെ സമാധാനം പുലരുമെങ്കിൽ അങ്ങനെ ചെയ്യാനും തയ്യാറായിരുന്നു. ഡ്രാഫ്റ്റ് പ്രപ്പോസൽസുമായിട്ടാണ് 3ാം വട്ടം ചർച്ചയ്ക്കായി അബ്ബാസ് അരാക്ചി, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ജനീവയിൽ എത്തിയത്. വ്യക്തമായ ചില പദ്ധതികളോടെയായിരുന്നു, ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ്സിനോടെയായിരുന്നു. എങ്ങും തൊടാത്ത ചില സംസാരങ്ങളായിരുന്നില്ല അത്. പക്ഷെ അത് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായില്ല. നിശ്ചയിച്ചുറപ്പിച്ച യുദ്ധം കൃത്യമായി അത് എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെ ഒരു ബലപ്രയോഗത്തിലൂടെ മാത്രമേ ഇറാന്റെ ഭരണകൂടത്തെ മാറ്റി തങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കാനാവും എന്നതാണ് അമേരിക്കയുടെ പ്രതീക്ഷ, അമേരിക്കയുടെ ഇസ്രായേലിന്റെ പ്രതീക്ഷ. ആത്യന്തികമായി ഇസ്രായേൽ അനുഭവിക്കുന്ന, ഇറാനിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു ഭീഷണി നേരിടുന്നതിന് ഇറാനിൽ കുറച്ചുകൂടി സൗഹൃദമായ ഒരു ഭരണകൂടം വരണം. നിലവിൽ ഈ ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ ആ സൗഹൃദം ഉണ്ടാവില്ല. കരാർ ഉണ്ടാകും, പക്ഷേ സൗഹൃദം ഉണ്ടാവില്ല. എന്നും ഭീഷണിയായി നിൽക്കും. ഇതാണ് ബേസിക് തിയറി. ഇനിയിപ്പോൾ ആ തിയറി വർക്കൗട്ട് ചെയ്യുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു കരയുദ്ധം ഇല്ലാതെ യഥാർത്ഥ ഭരണമാറ്റം സംഭവിക്കുമോ എന്നതാണ് ഏറ്റവും കാതലായ ചോദ്യം. ലോകത്തൊരിടത്തും ആകാശമാർഗം ഒരു യുദ്ധം പൂർണ്ണമായി ജയിച്ചിട്ടില്ല. ആകാശമാർഗം മേധാവിത്വം ഉണ്ടാക്കാം, എയർ സുപ്പീരിയോറിറ്റി ഉണ്ടാക്കാം, തറയിലെ ഓബ്ജക്ട്സ് പരമാവധി തച്ചുടയ്ക്കാം. പക്ഷേ തറയിൽ
ഒരു സൈന്യം ഇറങ്ങാതെ അവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനോ പുതിയൊരു ഭരണകൂടത്തെ ഏൽപ്പിക്കാനോ സാധിക്കില്ല. അല്ല എങ്കിൽ ജൈവികമായി അവിടെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ട് അവിടെയുള്ള നിലവിലുള്ള ഒരു പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തേക്ക് വരാൻ സാധിക്കും ആഭ്യന്തരമായ ഒരു സജ്ജീകരണത്തിലൂടെ. അങ്ങനെ നിലവിൽ ഇറാനിൽ ഒരു കൃത്യമായ രൂപരേഖയുള്ള ഒരു പ്രതിപക്ഷം ഇറാനിലില്ല എന്നതാണ് ഇറാന്റെ ദുര്യോഗം. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ അമേരിക്കയിൽ പ്രവാസത്തിലുള്ള ഏതെങ്കിലും ഒരു രാജകുടുംബത്തിലെ അംഗം, ഇപ്പോൾ ഷാ പഹലവി രണ്ടാമന്റെ മകൻ റിസ പഹലവി ഇപ്പോൾ അന്ന് ഇറാനിലെത്തി അധികാരം ഏറ്റെടുക്കും എന്നൊക്കെയുള്ള കിംവദന്തികളുണ്ട്. അത് കേവലം കിംവദന്തികൾ മാത്രമാണ്. കാരണം അധികാര ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള കൃത്യമായൊരു ബ്ലൂ പ്രിന്റോ പ്ലാനോ ഇല്ലാതെയാണോ അമേരിക്കയും ഇസ്രായേലും ഈ ഒരു സാഹസത്തിന് പുറപ്പെട്ടത് എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. അത് മാത്രമല്ല, ഇറാന്റെ റെസിസ്റ്റൻസ്, ഇപ്പോൾ അയത്തുള്ള അലി ഖുമൈനി കൊല്ലപ്പെട്ടു എന്ന് തന്നെ സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഇറാന്റെ ഭാവി റെസിസ്റ്റൻസ് പ്ലാൻ എന്തായിരിക്കും? ഇറാന്റെ മിസൈൽ ശേഖരം അവിടെ നിലനിൽക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും തച്ചുടച്ച് കളഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇറാന്റെ ഇനിയുള്ള നീക്കങ്ങൾ? ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ ഒരിക്കൽ കൂടി ആക്രമണ വിധേയമാവുമോ? ഇത് കാര്യമായ ഒരു സംശയം തന്നെയാണ്. അതുകൊണ്ട് സന്നിഗ്ധ അവസ്ഥ പൂർണ്ണമായും നീങ്ങിയെന്ന് പറയാറായിട്ടില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടെ, അങ്ങ് അവസാനം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള സാധ്യത താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം അദ്ദേഹമാണ് പല ഘട്ടത്തിലും ഒരു കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചത്. ഇറാനിൽ ഒരു സംവിധാനമുണ്ട്. ഇറാനിൽ ഷിയ ക്ലറിക്കായ, ഷിയ മത മേലധ്യക്ഷനായ, സമൂഹത്തിന്റെ മുഴുവൻ തന്നെ മാർഗദർശിയായ ഒരാൾ എന്ന നിലയിലെ ഒരു സങ്കല്പത്തിന്റെ മൂർത്തിഭാവമാണ് അയത്തുള്ള അലി ഖുമൈനി. അതൊരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറ്റിയെടുക്കുമ്പോഴാണ് ഒരു അയത്തുള്ള ഉണ്ടാകുന്നത്. ആ സംവിധാനം ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ആ സംവിധാനം മാറിയിട്ടില്ല. ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കാം, പക്ഷെ ഒരു സംവിധാനം മാറിയിട്ടില്ല. ആ സംവിധാനം മാറാൻ വേണ്ടിയുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ സംവിധാനത്തെ മാറ്റിമറിക്കണമെങ്കിൽ ഇന്റേണൽ ചേഞ്ചസ് വേണം. കാരണം ഭരണകൂടത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ IRGC ആണ്. അതൊരു എലീറ്റ് ഫോഴ്സ് ആണ്. അതൊരു ഫോഴ്സ് മാത്രമല്ല, ഒരു സൈനിക യൂണിറ്റ് മാത്രമല്ല, ഘടനകളെ നിലനിർത്തുന്ന ഒരു സംവിധാനം കൂടിയാണ് IRGC. ബിസിനസ്സിൽ അവർക്ക് താല്പര്യങ്ങളുണ്ട്, ഇക്കോണമിയിൽ താല്പര്യങ്ങളുണ്ട്, അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഏജൻസികൾ ഉണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ, ഇറാൻ എന്ന വലിയ രാജ്യത്തിന്റെ, 9 കോടി ജനമുള്ള ഇറാൻ എന്ന വലിയ രാജ്യത്തിന്, 10 കോടിയോളം ജനമാണ് ഇറാനിൽ. ആ വലിയ രാജ്യത്തിന്റെ, വലിയ ഭൂപ്രകൃതിയുള്ള രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കൺട്രോൾ എത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ IRGCയുടെ ഗ്രിപ്പ് അവിടെ ഉണ്ട്. IRGC റാങ്കിൽ വിള്ളലുകൾ ഉണ്ടായാൽ തീർച്ചയായും ആ ഒരു യഥാർത്ഥത്തിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകും. പക്ഷെ IRGC ഫേംലി എൻട്രൻച്ച്ഡ് ആണ് എങ്കിൽ അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപക്ഷെ ആകാശ പോരാട്ടത്തിൽ നേടിയെടുക്കുന്ന മേൽക്കൈ പോരാ എന്ന് വരും. ആകാശത്ത് തീർച്ചയായും മേൽക്കൈ ഉണ്ട് എന്നത് നിസ്തർക്കമാണ്. കാരണം അമേരിക്കയുടെ ഫയർ പവറിന് മുമ്പിൽ ഇറാൻ അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല. ഇറാന്റെ വിമാനവേദ മിസൈലുകൾ ഉണ്ടാവാം, ആന്റി മിസൈൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാവാം, പക്ഷേ അതൊന്നും പോരാതെ വന്നേക്കാം. ആത്യന്തികമായി അമേരിക്ക യുദ്ധം ചെയ്യുന്നു എങ്കിൽ അത് ജയിക്കാൻ തന്നെയാവും യുദ്ധം ചെയ്യുക. ഇസ്രായേലിന്റെ കൂടെ പിന്തുണയുള്ള ആ ഒരു യുദ്ധം ഒരിക്കലും ഇസ്രായേലും അമേരിക്കയ്ക്കും തോൽക്കാനാവില്ല. മറ്റ് ശക്തികൾ രംഗത്ത് വരില്ല എന്ന അസംഷനിലാണ് ഇത് പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ റഷ്യയോ ചൈനയോ രംഗത്ത് വരുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഒരു വിശാലമായ അർത്ഥത്തിൽ ഒരു ലോക യുദ്ധമായി അത് മാറാം. ഇപ്പോഴത്തെ നിലയിൽ ഇതൊരു പ്രാദേശിക യുദ്ധമായി ഇറാൻ മാറ്റിയെടുത്തിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഒമാൻ ഒഴിച്ച് ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആക്രമണ വിധേയമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് എസ്കലേഷൻ മോഡിലേക്ക് പോകാതെ ഒരു ധാരണയിലെത്താൻ, പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ഇറാൻ ഇനി ഒരു ധാരണയിലെത്താൻ തയ്യാറാകുമോ? ആ ധാരണ എന്നത് പൂർണ്ണമായ കീഴടങ്ങൽ എന്ന രീതിയിലാകുമോ, അതോ ഇറാൻ മുഖം രക്ഷിക്കാവുന്ന ഒരു ധാരണയിലെത്താൻ തയ്യാറാവുമോ എന്ന രീതിയിലും സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു തന്നെ. എന്തായാലും ഇറാൻ പരമോന്നത നേതാവ് ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ ഇസ്രായേലും ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു, പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ള അവകാശവാദങ്ങളൊക്കെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും അടക്കമുള്ളവർ നടത്തിയിരുന്നു. പക്ഷേ അതിനെ ഒരു ഘട്ടം വരെ ഇറാൻ പ്രതിരോധിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. സൈക്കോളജിക്കൽ മൂവ് ആണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് എന്നായിരുന്നു ഇറാൻ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ഗൾഫ് മേഖലകളിലൊക്കെ തന്നെ വലിയ ഒരു മാറ്റം
ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണത്തിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വ്യോമാക്രമണം രാത്രി മുഴുവനും നീണ്ടു നിന്നു. ഗൾഫ് മേഖലയിലുമൊക്കെ ഈ ആക്രമണം ഇറാൻ കഴിഞ്ഞ ദിവസവും തുടരുന്നത് നമ്മൾ കണ്ടതാണ്. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ദുബായിലെ ബുർജൽ അറബിൽ തീപിടുത്തമുണ്ടായി. ജബലലി തുറമുഖത്തും ദുബായ് അബുദാബി വിമാനത്താവളത്തിനും വൻ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ബഹ്റൈനിലും ഖത്തറിലും മിസൈൽ വർഷമുണ്ടായി. 137 മിസൈലുകളും 209 ഡ്രോണുകളുമാണ് UAE-യിലേക്ക് വന്നത് എന്നുള്ളതാണ്. എന്തായാലും ലോകത്തിന് സാമ്പത്തിക പ്രഹരം ഏൽപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് അടച്ചുവെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഗൾഫ് മേഖലയിലെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീരാജ് കൈമൾ ചേരുന്നുണ്ട്. ശ്രീരാജ്, വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എന്തായാലും സംഭവ വികാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. രാത്രി മുഴുവനും പ്രത്യേകിച്ച് ഗൾഫ് മേഖല അതീവ ആശങ്കയിലാണ്. കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരം അവിടെ നിന്നും നൽകാൻ കഴിയുന്നത്? ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രാത്രിയും ഒരു ആശങ്കയുടെ രാത്രി തന്നെയായിരുന്നു ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ തുടരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടത്. UAE-യിൽ ദുബായ് അബുദാബി വിമാനത്താവളങ്ങൾക്ക് നേരെ ഉള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചുവെന്നാണ് UAE അറിയിക്കുന്നത്. ജബലലി തുറമുഖത്തിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. നേരത്തെ ലിജിൻ സൂചിപ്പിച്ച പോലെ ദുബായിലെ ആഡംബര ഹോട്ടലായ ബുർജൽ അറബിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ആണ് തീപിടുത്തം ഉണ്ടായതെന്ന് ദുബായ് സ്ഥിരീകരിക്കുന്നുണ്ട്. അബുദാബി വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ ഈ ആക്രമണ ശ്രമത്തിൽ ഒരു ഏഷ്യൻ വംശജൻ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നും അവശിഷ്ടങ്ങൾ വീണാണ് അപകടമുണ്ടായതെന്നുമാണ് ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ സംഭവത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റതായി ദുബായ് മീഡിയ ഓഫീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതുപോലെ ലിജിൻ നേരത്തെ പറഞ്ഞതുപോലെ 137 ബാലിസ്റ്റിക് മിസൈലുകളും 209 ഡ്രോണുകളുമാണ് UAE പ്രതിരോധിച്ചുവെന്ന് നിലവിൽ പുറത്തുവരുന്ന വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ഇതിൽ 5 മിസൈലുകൾ കടലിൽ പതിച്ചുവെന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. 195 ഡ്രോണുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിച്ചുവെന്നും 14 എണ്ണം രാജ്യത്തിനകത്ത് പലയിടങ്ങളിലായി പതിച്ച് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും പ്രതിരോധ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു സാഹചര്യം നിലവിൽ നമ്മൾ നോക്കിയാൽ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഒരു ആക്രമണ ശ്രമം ഉണ്ടായി. അതേ തുടർന്ന് പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായെന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഖത്തറിൽ ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ 16 പേർക്ക് പരിക്കേറ്റുവെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇതിനെ തുടർന്നുള്ള ഒരു സാഹചര്യം പരിശോധിച്ചു വരികയാണെന്നും പ്രവർത്തനം അധികം വൈകാതെ പുനരാരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഇതാണ് ഈ സമയം വരെ നമുക്ക് തരാൻ സാധിക്കുന്ന ഇവിടെ നിന്നുള്ള വിവരങ്ങൾ. എന്തായാലും കഴിഞ്ഞ രാത്രിയും ഒരു ആശങ്കയുടെ രാത്രി തന്നെയായിരുന്നു ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. ലിജിറ്റ്, ശരി. എന്തായാലും ഗൾഫ് ഈ ആയത്തുള്ള അൽ ഖമേനെയി കൊല്ലപ്പെട്ടോ എന്ന സ്ഥിരീകരണം ഇറാൻ തന്നെ നടത്തുന്നത്, അവരുടെ വാർത്താ ഏജൻസികൾ നടത്തുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് ചരിത്രത്തിൽ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ കൊല്ലപ്പെട്ടു എന്നാണ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഐശ്വര്യ ചേരുന്നുണ്ട്. ഐശ്വര്യ, ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു കണ്ണിലെ കരടായിരുന്നു ആയത്തുള്ള അൽ ഖമേനി. മാത്രവുമല്ല, ഈ സമാനമായ രീതിയിൽ അമേരിക്കയും അദ്ദേഹത്തെ നോട്ടം വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഈ പശ്ചിമ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ആ രാജ്യങ്ങളിൽ എപ്പോഴും ഒരു പ്രത്യേക നിലപാട് സ്വീകരിച്ചൊരു വ്യക്തി കൂടിയാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചു, പേരക്കുട്ടി മരിച്ചു. അതൊക്കെ തന്നെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും ഇതിനെ ഇറാൻ നോക്കിക്കാണുക, ഇറാൻ ജനത? കാരണം ഇപ്പോൾ തന്നെ അവിടെ 2 വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ 2 വിഭാഗത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. രജനി സൂചിപ്പിച്ചതുപോലെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത്. കാരണം ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ളത് ആദ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ആദ്യം വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ടായി. അതായത് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു, മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്
അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അതിൽ ട്രംപ് സൂചിപ്പിച്ച ആദ്യത്തെ വാചകമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഖമേനി വൺ ഓഫ് ദ മോസ്റ്റ് ഇവിൽ പീപ്പിൾ ഇൻ ഹിസ്റ്ററി ഈസ് ഡെഡ്. അതായത് ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ ചെകുത്താൻ മരിച്ചിരിക്കുന്നു. ഇനി ഇസ്രായേലിലെ ജനങ്ങൾക്ക് ആശ്വസിക്കാം, സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നുള്ള കാര്യമാണ് ട്രംപ് സൂചിപ്പിച്ചത്. അതായത് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഈ ഇറാനിലെ ഏറ്റവും പരമോന്നത നേതാവാണ്. ഇറാനിലെ നയതന്ത്ര കാര്യങ്ങളാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇറാന് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്തിരുന്നത് ഈ ഇറാൻ പരമോന്നത നേതാവ് തന്നെയായിരുന്നു. ഈ ജനകീയ പ്രക്ഷോഭങ്ങളെ ആകെ അടിച്ചമർത്തുന്ന ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നമുക്ക് മനസ്സിലാകും, ഇറാനിലുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളെല്ലാം ഒരു കാരണവുമില്ലാതെ ജനങ്ങളെയൊക്കെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ ഈ ഒരു മരണം, ഈ ഒരു ജീവൻ എടുത്ത ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെയും തെരുവിലിറങ്ങി ആഘോഷിക്കുന്ന കാഴ്ചകളും കാണാൻ സാധിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും ആ ഒരു ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു ഇറാനിലെ ജനങ്ങൾ മാത്രമല്ല, അമേരിക്കയിലാണെങ്കിലും ജനങ്ങൾ തെരുവിലിറങ്ങി സന്തോഷിക്കുന്ന ചിത്രങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ ആകട്ടെ അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ലോകം ഇപ്പോൾ ആശങ്കയുടെ മുൻപിൽ തന്നെയാണ്. പശ്ചിമേഷ്യ യുദ്ധക്കളമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ആയത്തുള്ള അലി ഖമേനിയുടെ ഈ ഒരു മരണം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിലൂടെ ജീവൻ നഷ്ടമായത് ഇറാൻ എങ്ങനെയായിരിക്കും ഇനി തിരിച്ചടിക്കുക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനു മുൻപ് ഈ ഒരു മരണത്തെ പറ്റി പറഞ്ഞപ്പോഴും ഇത് ഇറാൻ സ്ഥിരീകരിച്ചിരുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നായിരുന്നു ഇറാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ വാർത്തയെ ഇറാൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആയത്തുള്ള അലി ഖമേനിയുടെ മകളാകട്ടെ, മരുമകൻ, കൂടാതെ തന്നെ പേരക്കുട്ടി എന്നിവരും കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ. അതായത് ഇന്നലെ പുലർച്ചെയാണ് ഇന്ത്യൻ സമയം ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിലാണ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരവും ഭരണസിരാ കേന്ദ്രവും ആകെ തകർക്കുന്നത്. ഇതെല്ലാം തകർത്തപ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നു ആയത്തുള്ള അലി ഖമേനി ജീവിച്ചിരിപ്പില്ല, മരിച്ചു എന്നുള്ളത്. അതേസമയം ബങ്കറിനുള്ളിലുണ്ട്, സുരക്ഷിതമായുണ്ട്, ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നുള്ള കാര്യമായിരുന്നു ഇറാൻ ഭരണകൂടം അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെയും അത് ഉണ്ടായില്ല. അപ്പോഴും ട്രംപും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, തൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു, ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിരിക്കുകയാണ് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി മരിച്ചിരിക്കുന്നെന്ന കാര്യം ഇസ്രായേൽ ആകട്ടെ അമേരിക്കയാകട്ടെ സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അതാണ് ഇപ്പോൾ ഇറാനും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇറാന്റെ നീക്കങ്ങൾ എന്നുള്ളതാണ് നാം ഇനി നോക്കിക്കാണുന്നത്, ലോകം നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് നമുക്കറിയാം, ഇറാൻ എന്ന രാജ്യം ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചത് നമ്മൾ കണ്ടതാണ്. ഇറാൻ എന്ന കൊച്ചു രാജ്യത്തിന് എങ്ങനെയാണ് ഇസ്രായേലിലെ കഴിഞ്ഞ ജൂണിൽ ഒരു ആക്രമണം ഉണ്ടായതാണ്. അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ ഈ ഒരു ആണവശേഷി അതുപോലെ തന്നെ ഈ എല്ലാ മിസൈൽ ലോഞ്ചിങ് പാഡുകൾ തകർത്തു എന്നായിരുന്നു അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ആ അവകാശവാദങ്ങൾ തെറ്റാണ് എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും കാണാൻ സാധിച്ചത്. കാരണം 6 ഗൾഫ് രാജ്യങ്ങളെ ഒരുമിച്ച് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായത്. ഇറാൻ അത്തരത്തിലാണ് തിരിച്ചടിച്ചത്. 6 ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ US ബേസ് ക്യാമ്പുകളും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എങ്ങനെയാണ് ഇറാൻ ഇങ്ങനെ ആക്രമിക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് ഇത്ര വലിയ ഒരു പിന്തുണ ഇറാന് ലഭിച്ചത് എന്നുള്ളത് നോക്കിക്കണ്ടേണ്ട കാര്യമാണ്. അതായത് റഷ്യയുടെ സഹായം ഇറാന് ഉണ്ടായി എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ റഷ്യയുടെ ഈ സൈനിക അതുപോലെ തന്നെ യുദ്ധ സഹായങ്ങളൊക്കെയും റഷ്യയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആക്രമണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ റഷ്യ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഈ ആക്രമണങ്ങളെ ഒന്നും തങ്ങൾ അനുകൂലിക്കുന്നില്ല, ഇറാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യം റഷ്യ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിനെയും കൂടാതെ തന്നെ അമേരിക്കയുമാണ് മറ്റ് ലോകരാജ്യങ്ങളൊക്കെയും സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ലോകം ഒരു യുദ്ധ മുനമ്പിലാണ്, ഒരു ആശങ്കയുടെ മുനമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും സംഭവിക്കുന്നത് ഇറാനിൽ മാത്രം 200-ലധികം ജീവനുകളാണ് ഈ ഒരു യുദ്ധത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതായത് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും കൂടാതെ ഈ സായുധ സേനയിലുള്ള പ്രമുഖ ഈ ഒരു ഉദ്യോഗസ്ഥരുടെയും ജീവനൊക്കെ നഷ്ടമായിരിക്കുകയാണ്. ആരാണ് ആയത്തുള്ള ഖമേനി എന്നാണ് ഇനി എടുത്തു നോക്കേണ്ട കാര്യം. അതായത് ഇറാനെ നയിക്കുന്ന ഇറാന്റെ ഒരു മർമ്മപ്രധാന കേന്ദ്രമാണ് ഈ ഒരു നേതാവ് എന്ന് പറയുന്നത്. ആയത്തുള്ള ഖമേനിയുടെ മരണത്തിന് ശേഷം 1989 മുതൽ ഇറാനെ ഭരിക്കുന്ന ഒരാളാണ് ആയത്തുള്ള അലി ഖമേനി. ഇപ്പോൾ അദ്ദേഹത്തിന് 89 വയസ്സായിരിക്കുന്നു. ഇറാൻ ചലിക്കണമെങ്കിൽ അതായത് ഇറാൻ്റെ ഈ ഒരു ആണവ കേന്ദ്രങ്ങളൊക്കെയും തൻ്റെ കീഴിലാണ് വരുന്നത്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ഈ സായുധ സേനയെ നിയന്ത്രിക്കുന്നത്, കൂടാതെ ജനകീയ പ്രക്ഷോഭങ്ങളെയൊക്കെയും അടിച്ചമർത്തി സ്ത്രീകളെ പോലും ഒരു കരുണയും ഇല്ലാതെ തെരുവിൽ കൊന്നു തള്ളുന്ന ഒരു കാഴ്ച പലതവണ ഇറാനിൽ കണ്ടതാണ്.
രീതിയിലാണ്, അതായത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, കൂടാതെ ഈ ജനങ്ങളുടെ ഈ സായുധ പ്രക്ഷോഭങ്ങളെയും ജനങ്ങളുടെ ഈ ഒരു ജനകീയ പ്രക്ഷോഭങ്ങളെയൊക്കെയും തൻ്റെ ഒരു നിയന്ത്രണത്തിലാക്കി കൊല്ലുന്നൊരു കാഴ്ചയും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോഴേക്കും ജനങ്ങളൊക്കെയും തെരുവിലിറങ്ങി സന്തോഷിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാന് പിന്തുണയുമായി ഇപ്പോൾ റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട്. ഉടൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് റഷ്യ പറയുന്നത്. കൂടാതെ ഇനി നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഇത് ഇന്ത്യ ഈ ഒരു വാർത്തയെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയും കോടിക്കണക്കിന് ആളുകളാണ് ഈ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാകും ബാധിക്കുക? കൂടാതെ ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേൽ ആകട്ടെ ഇറാൻ ആകട്ടെ എല്ലാ ലോക രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയാകട്ടെ ജയശങ്കർ സൗദി വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ സ്ഥിതിഗതികളൊക്കെയും നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ലോകം യുദ്ധമുനമ്പിൽ തന്നെയാണ്, ഒരു ഭീതിയുടെ മുനമ്പിൽ തന്നെയാണ്. ഇറാന്റെ പരമോന്നത നേതാവിനെ ആക്രമിച്ചത് ജീവൻ എടുത്തത് കൊണ്ട് തന്നെ എത്തരത്തിലാകും ഇറാനിന് തിരിച്ചടിക്കുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ തന്നെ ഹോർമൂസ് കടലെടുക്ക് അടച്ചിരിക്കുകയാണ്. ഇനി ഒരു ട്രാൻസാക്ഷൻ ഒക്കെയും അവിടെ മരവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെ ആഗോളതലത്തിൽ പല രീതിയിൽ ഈ ഒരു യുദ്ധം ബാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇനി എങ്ങനെയാകും ഇറാന്റെ നീക്കം? കൂടാതെ ഇസ്രായേൽ വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇറാനെ ലക്ഷ്യമാക്കി ഇസ്രായേലാകട്ടെ അമേരിക്കയാകട്ടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വീണ്ടും അഴിച്ചുവിടുകയാണ്. മിസൈൽ ആക്രമണമാകട്ടെ, കൂടാതെ ഈ കര വ്യോമ നാവിക മാർഗം ഇറാനെ ആക്രമിക്കാനായി ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി, ഇതുവരെ ഇറാനിലെ മധ്യ ഇറാൻ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ ഇറാനിലെ എല്ലാ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി, കൂടാതെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒരു ആക്രമണം എന്ന് പറയുന്നത്. അതായത് ഈ ആണവ കേന്ദ്രങ്ങളെ അമേരിക്കയുടെ കീഴിലാക്കുക, അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കുക എന്ന ട്രംപിന്റെ ലക്ഷ്യമാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത്. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇറാൻ സ്ഥിരീകരിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകളും കൊച്ചുമകളും മരുമകനും അടക്കമുള്ള ആളുകളും ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താകും വരും മണിക്കൂറുകളിൽ നടക്കുക എന്നുള്ളതാണ് ഈ ലോകം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത്. ലിജിൻ, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നയ രൂപീകരണം, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ നയരൂപീകരണത്തിനൊക്കെ എക്കാലവും വളരെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ ആയത്തുള്ള അൽ ഖമേനി. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ മരണത്തോടുകൂടി പുതിയൊരു നയരൂപീകരണമൊക്കെ ഈ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഈ അമേരിക്ക അടക്കമുള്ളവർ ലക്ഷ്യം വെക്കുന്നുമുണ്ട്. കാരണം പ്രധാനമായും അവർ ഉദ്ദേശിക്കുന്നതും അതുതന്നെയായിരുന്നു. ഈ ഖമേനി എപ്പോഴും അവർക്ക് മുൻപിൽ ഒരു കീറാമുട്ടിയായി നിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിച്ചതും അതുപോലെയാണ്. അതായത് ഒരു ഭരണമാറ്റം എന്തായാലും ഇറാനിൽ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ കണ്ടതാണ്, ഈ ഇറാനിലെ തന്നെ വിവിധ മേഖലകളിൽ ഈ ഖമേനിയുടെ മരണവാർത്ത അമേരിക്കയും ഇസ്രായേലും സ്ഥിരീകരിച്ചപ്പോൾ ഈ ഇറാൻ ജനത തന്നെ ഒരു വിഭാഗം ജനങ്ങൾ വളരെ ആഹ്ലാദ പ്രകടനമൊക്കെ കാണിക്കുന്നതും അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നതും നമ്മൾ കണ്ടതുമാണ്. എന്തായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായും ഇനി കാര്യങ്ങൾ നീങ്ങുക. അതെ, ലിജിനി സൂചിപ്പിച്ചതുപോലെ ഈ ആയത്തുള്ള അലി ഖമേനിയുടെ മരണം എങ്ങനെയാകും ഇനി ഈ ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുക, ഒരു നീക്കം എങ്ങനെയായിരിക്കും? കാരണം ഇറാനെ ആകെ കണ്ട് നിയന്ത്രിച്ചിരുന്നത് ഈ ആയത്തുള്ള ഖമേനി തന്നെയായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ട്രംപ് ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇറാനിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പതിറ്റാണ്ടുകളായി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ട്രംപ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞിരുന്നത്. ട്രംപ് എന്താണോ പറഞ്ഞത് അല്ലെങ്കിൽ എന്താണോ അമേരിക്ക ആഗ്രഹിച്ചത്, ഇസ്രായേൽ ആഗ്രഹിച്ചത്, അതാണ് നടപ്പായിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ആയത്തുള്ള അലി ഖമേനി എടുക്കുകയാണെങ്കിൽ മനസ്സിലാകും 1979 ഇറാൻ വിപ്ലവത്തിൽ അദ്ദേഹം നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്നു. കൂടാതെ 1981 മുതൽ 89 വരെ അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളായിരുന്നു. എന്തുകൊണ്ടാണ് ആയത്തുള്ള അലി ഖമേനിയെ അമേരിക്ക വെറുക്കുന്നത് എന്നുള്ള ശ്രദ്ധേയമാണ്. കാരണം അമേരിക്കയെ ഏറ്റവും കൂടുതൽ നിശിതമായി വിമർശിച്ചൊരു നേതാവായിരുന്നു ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പാശ്ചാത്യ വിരോധം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ
രീതിയിലാണ് വിമർശിച്ചിരുന്നത്. ഈ അമേരിക്കയെ തന്നെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് ഗ്രേറ്റ് സാത്താൻ എന്നായിരുന്നു പലപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത്. കൂടാതെ ഇസ്രായേൽ വിരുദ്ധതയും എടുത്തു പറയേണ്ടതാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അദ്ദേഹം എതിർക്കുകയും കൂടാതെ ഇസ്രായേലിലെ മധ്യപൂർവ്വ ഏഷ്യയിലെ ഒരു ക്യാൻസർ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തുള്ള അലി ഖമേനിയുടെ ജീവൻ എടുത്തതോടുകൂടി തന്നെ അമേരിക്കയും ഇസ്രായേലും തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ലിജിൻ, ശരി, എന്തായാലും ഇസ്രായേൽ US ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനി കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. അപ്പോഴും പ്രധാനപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എന്തായാലും ഇറാൻ തന്നെ പുറത്തു വിടേണ്ടതുണ്ട്. ഇറാനിൽ 7 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവുമാണ് ഇറാനിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം വരുന്നത് US പ്രതിരോധ മേധാവി പീറ്റ് ഹെക്സത്ത് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇറാൻ നാവികസേനയെ തകർക്കും, മാത്രവുമല്ല പൂർണ്ണമായിട്ടും ഇറാനെ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ അനുവദിക്കില്ല എന്ന ട്രംപിൻ്റെ നിലപാട് ഇപ്പോൾ ഈ US പ്രതിരോധ മേധാവി വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിശ്ചയമായും ഇറാൻ്റെ ഭാഗത്തു നിന്നും പ്രതിരോധമുണ്ടാകും, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനം. പശ്ചിമേഷ്യ സംഘർഷഭരിതം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏറ്റവും ഒടുവിലായി നമ്മൾ കേട്ടതും റിപ്പോർട്ട് വരുന്നതും ആയത്തുള്ള അൽ ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അത് സ്ഥിരീകരിച്ചു ഇറാൻ എന്നുള്ളതാണ് ഏറെ പ്രധാനം. എന്തായാലും ഇറാൻ ഔദ്യോഗിക ദുഃഖാചരണവും 7 ദിവസത്തെ അവധിയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് US-ന്റെ തന്നെ പ്രതിരോധ സെക്രട്ടറിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം വരുന്നത്. ഐശ്വര്യ തുടരുന്നുണ്ട്. ഐശ്വര്യ, കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇറാനെ ഒരു കാരണവശാലും ആണവായുധം കൈവശം വയ്ക്കാനോ അത് ഉപയോഗിക്കാനോ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതാ US-ന്റെ പ്രതിരോധ മേധാവി പീറ്റ് ഹെക്സത്ത് പറയുന്നതും അതുതന്നെയാണ്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ ആണവായുധം സൂക്ഷിക്കാനോ അത് ഉപയോഗിക്കാനോ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അമേരിക്ക തുടങ്ങിയതല്ല ഈ സംഘർഷം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. പക്ഷേ ഇത് ഞങ്ങൾ അവസാനിപ്പിക്കും എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അതെ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനീവയിൽ നടന്ന ഈ സമാധാന ചർച്ചകളൊന്നും ഫലം കാണാതെയാണ് പോയത്. ഈ ഒരു സമാധാന ചർച്ചകൾക്കും ഈ ആണവ കേന്ദ്രങ്ങളെ സംബന്ധിച്ചുള്ള സമവായത്തിലെത്താനാകാത്തതും ഈ പറഞ്ഞതുപോലെ അമേരിക്കയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചതും. ഈ ഒരു സമാധാന ചർച്ചകൾ, ഇനിയും ഒരു സമാധാന ചർച്ച വരാനിരിക്കുന്നു. എന്നാലും ഈ രണ്ടാമത്തെ സമാധാന ചർച്ച ഫലവത്താകാതെ പോയതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇറാന്റെ കീഴിലാണ് ഈ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളുള്ളത്. അതാണ് ഈ നതാൻസ്, ഫോർദോ, അതുപോലെ തന്നെ ഇസ്ഫഹാൻ. ഈ ആണവ കേന്ദ്രങ്ങളൊക്കെയും ഇറാന്റെ കീഴിലാണ് വരുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇതുപോലെ തന്നെ വലിയ 12 ദിവസം നീണ്ടു നിന്ന ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഇറാനെതിരെ ഉണ്ടായതാണ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ. അപ്പോഴും ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആക്രമണത്തിലൊന്നും തങ്ങളുടെ ഈ ഒരു ആണവ ശേഷി നശിപ്പിക്കാനാകില്ല. തങ്ങൾ ഈ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് മറ്റു രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാനല്ല, തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയാണെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അമേരിക്ക ഈ ഒരു സാഹചര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു. നമുക്കറിയാം, ഈ ഒരു പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അമേരിക്ക പ്രവർത്തിക്കുന്നത്. ഈ ആണവ കേന്ദ്രങ്ങളൊക്കെയും തങ്ങളുടെ പരിധിയിലാക്കാനായിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് നതാൻസ് എന്ന് പറയുന്നത്. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു നതാൻസ് പ്രവർത്തിക്കുന്നത്. കൂടാതെ തന്നെ ഇസ്ഫഹാന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയുടെ പ്രധാന സ്ഥിരാകേന്ദ്രമാണ് ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആണവ കേന്ദ്രങ്ങളെയൊക്കെയും തങ്ങളുടെ വരുതിയിലാക്കാൻ, കാരണം ഇറാൻ എപ്പോഴാകും ഈ ഒരു ആണവായുധം പ്രയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബോംബാണ് ഇറാന്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇറാൻ എപ്പോഴാകും ഇത് പ്രയോഗിക്കുക, ഇത് അമേരിക്കയുടെ വരുതിയിലാക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇറാന്റെ ഈ ഒരു ഭരണമാറ്റമാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. എന്തായാലും ഈ വാർത്തയിലേക്ക് കൂടുതലായിട്ട് വരേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും ഒഴിവാക്കാനാകാത്ത ചില വാർത്തകളുണ്ട്. അതിലേക്ക് പോയതിനു ശേഷം ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എൽസ്റ്റണിലെ മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കും. ഗുണഭോക്താക്കളുടെ പട്ടയ വിതരണവും ഈ ചടങ്ങിൽ നടക്കും. വിവരങ്ങളുമായി എം രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കുറേ കാലമായി വലിയ ദുരിതത്തിലാണ് ഈ ദുരന്ത എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രതീക്ഷയാണ് ഈ അവിടത്തെയുള്ള ദുരന്ത ബാധിതരൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിലിതാ അത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ്. പിണറായി വിജയൻ ഇന്ന് രാവിലെ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇത് അവർക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. എത്ര മണിക്കായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുക?
ലിജിൻ, രാവിലെ 11 മണിയോടെയായിരിക്കും ഈ ചടങ്ങുകൾ നടക്കുക. 410 വീടുകളാണ് സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ദുരന്ത ബാധിതർക്കായി നിർമ്മിക്കുന്നത്. ഇതിൽ 178 വീടുകളുടെ ആദ്യഘട്ട പ്രവൃത്തിയാണ് പൂർത്തിയായിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ടൗൺഷിപ്പിലാണ്. നമുക്ക് കാണാം ഏകദേശം വീടുകളുടെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അനുബന്ധമായി ഇൻഫ്രാസ്ട്രക്ചറാണ് ഒരുങ്ങേണ്ടത്. അതിൻ്റെ പ്രവൃത്തികളും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു പ്രവൃത്തി പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യമെന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടേറെ നിയമ തടസ്സങ്ങൾ, ഭൂമി ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. 1000 ചതുരശ്ര അടിയിലാണ് വീട് ഒരുങ്ങിയിട്ടുള്ളത്. 2 ബെഡ്റൂമുകളുണ്ട്. ഒപ്പം തന്നെ ഈ വീടിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അത് 20-25 വർഷം വാറണ്ടിയുള്ള ഉപകരണങ്ങളും ഒപ്പം തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വീടുകളുടെ കൈമാറ്റമാണ് ഇന്ന് നടക്കുന്നത്. 7 സെൻറ്റിലാണ് വീട് ഒരുങ്ങിയിട്ടുള്ളത്. ഊരാളുങ്കലായിരുന്നു ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്നത്. ഒപ്പം തന്നെ മറ്റെല്ലാ സർക്കാർ ഏജൻസികളും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഇവിടെ സന്ദർശിച്ച സമയത്തും അക്കാര്യം തന്നെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ മറ്റൊരു സന്തോഷകരമായ നിമിഷം കൂടെ വയനാടുണ്ടായി. അത് വയനാട് 51 വീടുകളുടെ കൈമാറ്റം മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നടന്നു. ദുരന്തബാധിതർക്ക് അവർ 105 വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത്. 1060 ചതുരശ്ര അടിയിൽ 3 ബെഡ്റൂമുകളുള്ള ഇതേപോലെയുള്ള വീടുകൾ തന്നെയാണ്. ഫർണിഷ്ഡ് ആയിട്ടാണ് വീട് ഇന്നലെ കൈമാറിയിട്ടുള്ളത്. ഏതായാലും വയനാട് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്ന കാര്യത്തിൽ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒപ്പം തന്നെ സർക്കാർ സംവിധാനവും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കും. വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ പ്രതിപക്ഷത്ത് നിന്ന് പോലും നേതാക്കന്മാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ലിജിൻ, ശരി, എന്തായാലും ഒരു അതിജീവനത്തിന്റെ പൊതുഗാഥ രചിക്കുകയാണ് എന്ന് തന്നെ പറയാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ കഴിഞ്ഞ കുറേ കാലമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 178 വീടുകളുടെ താക്കോൽ ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അവർക്ക് കൈമാറും. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജയസാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നില്ല എന്ന വിമർശനം CPM-നുള്ളിൽ പുകയുകയാണ്. പല പ്രമുഖരും തഴയപ്പെട്ടു എന്ന പരാതിയുള്ളതിനാൽ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനം എടുക്കും. വിവരങ്ങളുമായി അൻഫിലിറ്റ് ചേരുകയാണ്. അൻഫിലിറ്റ്, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട ചർച്ചകൾ എങ്ങനെ നടക്കുന്നു? പക്ഷെ അപ്പോഴും ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഇളവ് നൽകുന്നില്ല എന്ന വിമർശനം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും PB അംഗമായ പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് ഇളവ് നൽകുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് ഒരു വിഭാഗത്തിന്റെ ഈ അമർഷത്തിന് കാരണം. തീർച്ചയായും സ്പീക്കർ AM ശംസേറിന് ഇത്തവണ തലശ്ശേരിയിലെ സീറ്റ് നിശ്ചയിക്കുകയാണ്. അദ്ദേഹത്തിന് സീറ്റ് ഒരിടത്തും ഇല്ല. ടൈം വ്യവസ്ഥ അദ്ദേഹത്തെ ബാധകമാക്കിയിട്ടുണ്ട്. തലശ്ശേരിയിലെ പകരം കാരായി രാജൻ മത്സരിക്കുന്നു. ഒപ്പം തന്നെ പല പ്രമുഖരും ഈ കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട പ്രമുഖരായ മന്ത്രിമാർ തോമസ് ഐസക്, AK ബാലൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ, G സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരൊന്നും തന്നെയും ഇത്തവണയും മത്സരരംഗത്തുണ്ടായില്ല. അവർ ഇത്തവണയും ഒഴിവാക്കപ്പെട്ടു. കാരണം CPM-നെ സംബന്ധിച്ചിട്ട് നിർണായകമാണ് 2026 ടൈം വ്യവസ്ഥയിൽ പലർക്കും ഇളവ് നൽകും. ജനകീയരായ പ്രമുഖരായ ജയസാധ്യതയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാകുമെന്നായിരുന്നു ഇതിനോടകം വന്ന ചർച്ചകളൊക്കെ. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടറി ടൈം വ്യവസ്ഥ നിർബന്ധമാക്കുന്നു. അഥവാ ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകുകയാണെങ്കിൽ മറ്റ് സീറ്റുകളിലേക്ക് മതിയെന്ന ചർച്ച ഉയരുന്നു. ഇത് വിമർശനമാകുന്ന സാഹചര്യത്തിലാണ് അടുത്ത തവണ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായി മുന്നോട്ട് പോകുക. ശരി, എന്തായാലും ജയസാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നില്ല എന്ന വിമർശനം CPM-നുള്ളിലുണ്ടാകുന്നു. പക്ഷേ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് വീണ്ടും ഇളവ് നൽകുന്നു എന്നതും ശ്രദ്ധേയമാണ്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ആദ്യഘട്ട സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഇന്ന് ഡൽഹിയിൽ. മധുസൂദൻ മിസ്ത്രി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി VD സതീശനും സണ്ണി ജോസഫും ചർച്ച നടത്തും. ആദ്യം പ്രഖ്യാപിക്കാനുള്ള 40 സീറ്റിലെങ്കിലും അന്തിമ ധാരണയിലെത്താനാണ് ശ്രമം. പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴിച്ചുള്ള സിറ്റിംഗ് മണ്ഡലങ്ങൾ, ധാരണയായ മറ്റു മണ്ഡലങ്ങൾ, സംവരണ മണ്ഡലങ്ങൾ എന്നിവയിൽ തീരുമാനമുണ്ടായേക്കും. അടുത്തയാഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന പട്ടികകൾക്ക് അന്തിമ അംഗീകാരം നൽകും. അതേസമയം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനനുസരിച്ചിട്ടാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക.
കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന വികസന പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതോടെ വലിയ പ്രതീക്ഷയിലാണ് തിരുവമ്പാടിയിലെ ജനങ്ങൾ. താമരശ്ശേരി ചുരത്തിലെ ബദലായി തുരങ്കപാത വരുന്നതോടുകൂടി വർഷങ്ങളായി അനുഭവിക്കുന്ന ഗതാഗതക്കുരുക്ക് പരമാവധി കുറയ്ക്കാൻ കഴിയുമെന്നതാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 2134 കോടി രൂപ ചെലവഴിച്ചാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. 8.73 കിലോമീറ്റർ പാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ട ടണലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഏത് കാലാവസ്ഥയിലും സുഗമമായ സഞ്ചാരമാർഗമെന്നതാണ് പാതയുടെ സവിശേഷത. കോഴിക്കോട്, വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കപാത വരുന്നതോടുകൂടി ആനക്കാംപൊയിൽ നിന്ന് കേവലം 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താനാകും. താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കിടക്കുന്നതിന് പകരം 1 മണിക്കൂറിൽ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. തുരങ്കപാത വരുന്നത് കൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ. പക്ഷേ നിലവിലുള്ള ചുരം റോഡിൻ്റെ ബദൽ പാതയും കൂടെ കൂടിയിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ്. കാരണം തുരങ്കപാത എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു കോടികൾ മുടക്കുള്ള ഒരു വലിയ പദ്ധതിയാണ്. ഇപ്പം നമ്മൾ കേരള സർക്കാർ അതിന് മുൻകൈ എടുത്തിട്ട് അത് നടക്കുന്നുണ്ട്. തുരങ്കപാത നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. ഞാൻ യൂറോപ്പിലെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. കൂടുതൽ റോഡുകൾ, പ്രത്യേകിച്ച് ഇറ്റലി, ജർമ്മനി, ആ ഭാഗങ്ങളിലൊക്കെ തുരങ്കത്തിലൂടെയാണ് റോഡുകളെല്ലാം തന്നെ പോകുന്നത്. 2-3 രാജ്യങ്ങൾ തമ്മിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഇപ്പം ലണ്ടനിൽ നിന്ന് പാരീസിലേക്ക് തുരങ്കമാണുള്ളത്, യൂറോസ്റ്റാർ എന്ന് പറയുന്ന ട്രെയിൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരാൻ താമസിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം. കാരണം ഗവൺമെൻറ് കണ്ടിരിക്കുന്നവരും വളരെ മുൻകൂട്ടി കണ്ടൊരു ഇതാണ്. കുറച്ചുകൂടെ ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഇതുപോലെ മാത്രമല്ല, അത് കരാറെടുത്തിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ മികച്ച കമ്പനികളിലൊന്നാണ്. അപ്പം അത് സമയബന്ധിതമായി പൂർത്തീകരിക്കണം. അങ്ങനെ നമുക്ക് വയനാട്ടിലേക്കുള്ള ആ യാത്ര ശരിയാവണം. അത് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളും കൂടെ, ഒരു റോഡ് മാത്രമല്ല. കാരണം തുരങ്കപാതയ്ക്ക് വരുന്ന ഈ മേപ്പാടിയിലേക്കാണ് ഇല്ലെന്ന്, അതിനപ്പുറത്തേക്ക് വേറെ ബസ്സോടെ പോകാനുള്ള റോഡുകളും കൂടി വേണം. തുരങ്കപാതയെ സംബന്ധിച്ച് പറയുമ്പോൾ വയനാട്, കോഴിക്കോട്, കർണാടക, മറ്റുള്ള സ്റ്റേറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബദൽ റോഡ് എന്ന് പറഞ്ഞാൽ വയനാട് താമരശ്ശേരി ചുരമുള്ളത്. അത് ഏത് സമയത്തും മണ്ണിടിച്ചിലും മരമൊടിഞ്ഞ് വീണും ഏത് സമയത്തും എന്താ പറയുക, യാത്രാക്ലേശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു റോഡായി മാറിയിട്ടിരിക്കുകയാണ്. ആംബുലൻസിൽ തന്നെ വന്നിട്ട് എത്ര സമയങ്ങളാണ് ചുരത്തിൽ വന്ന് ബ്ലോക്കായി നിൽക്കുന്നത്. അപ്പോൾ തുരങ്കപാതയെ സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണെങ്കിലും മറ്റ് എയർപോർട്ടിലേക്കാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിലുള്ള മറ്റ് യാത്രക്കാർക്കും ഒക്കെ ഏറ്റവും നല്ലൊരു തുരങ്കപാതയാണ്. അത് ഏറ്റവും വേഗത്തിൽ പണികൾ പൂർത്തീകരിച്ച് ജനത്തിന് വാസ്തവികമായ രീതിയിൽ അത് തുറന്നു കൊടുക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് തുരങ്കപാത. അതുപോലെ മലയോര ഹൈവേ, ഈ മേഖലയിലുള്ള ഈ റോഡുകളൊക്കെ സംബന്ധിച്ച് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്ര വികസനപരമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ കൂടെ ഇത്ര നല്ല റോഡുകൾ ഈ എല്ലാ മേഖലയിലും എല്ലാ പഞ്ചായത്തുകളെയും അഭിമുഖീകരിച്ച മലയോര മേഖല കൂടെ നമ്മുടെ നല്ല റോഡുകൾ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി ചുരത്തിൽ കുടുങ്ങിയാൽ മണിക്കൂറുകളാണ് ചുരത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നതെന്ന് തിരുവമ്പാടിയിലെ ജനങ്ങൾ പറയുന്നു. താമരശ്ശേരി നമ്മൾ വയനാട്ടിൽ പോകുമ്പോൾ കിടന്ന് അനുഭവിക്കുന്നതാണല്ലോ. സേഫ്റ്റിയാണ്, വന്നാൽ നല്ല കാര്യം തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ വയനാട്ടിലൊക്കെ പോകുമ്പോൾ അനുഭവിക്കുന്നത് ശരിക്കും 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ക്യൂ കിടക്കുന്നു. ഇവിടെയാണല്ലോ ഞാൻ ചെന്നൈ പോയിട്ട് വരുമ്പോൾ താമരശ്ശേരി ചുരത്തിൽ അവിടെ വെളുപ്പിനെ വന്നിട്ട് കുടുങ്ങിയതാണ്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 2734 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന തുരങ്കപാത വരുന്നതോടുകൂടി മലയോര മേഖലകൾ കൂടുതൽ വികസിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ടൂറിസ്റ്റുകൾക്കൊക്കെ വരാനുള്ള ഒരു നല്ല ഇതുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉൾനാടുകളിലേക്ക് ഉള്ള റോഡ് വികസനങ്ങൾ, അതുപോലെ കാപ്പാട്, അതൊക്കെ നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. നമുക്ക് ഭാവിയിലേക്ക് നല്ലൊരു ഇത് നമ്മളെയൊക്കെ സംബന്ധിച്ചോളം ഇത് ഇല്ലെങ്കിലും
ഇനിയുള്ള ഭാവിയിലേക്ക് ഇതൊക്കെ ഒരു നല്ല ഇതാവും. പിന്നെ തുരങ്കപാത വരുന്നതൊക്കെ നല്ല വയനാട്ടിലേക്കൊക്കെ പോകാനും എടുക്കാനും ശരിക്കും റോഡ് വികസിക്കുക നല്ലതാണ്. ചില സമയത്ത് നല്ല കച്ചവടം ഉണ്ടാവും. ടൂറിസ്റ്റുകൾ വരുമ്പോൾ നല്ല കച്ചവടമൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഒത്തിരി. ഇനിയിപ്പോൾ തുരങ്കപാതയും കൂടെ വരുമ്പോൾ ഇത് എളുപ്പമുള്ളൊരു ഇതാണല്ലോ. ഇതും തിരുവമ്പാടിയിൽ നിന്നൊക്കെ നല്ല എളുപ്പമുള്ളൊരു ഇതായിട്ടാണ് കാണുന്നത്. നല്ലൊരു വികസനം നല്ലതാണ്. എത്തിപ്പെടാം. ആനക്കാംപൊയിലും മേപ്പാടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് വ്യക്തമാക്കി. കേരള സംസ്ഥാനം ഏറെ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഈ പദ്ധതി തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലൂടെയാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്നതാണ് ഏറെ സന്തോഷകരമായ കാര്യം. വയനാട്, കോഴിക്കോട് ജില്ലകളെ വളരെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുകയും ഗതാഗത തടസ്സമില്ലാതെ വയനാട് ചുരത്തിലുണ്ടാകുന്ന കുരുക്കിന് ഒരു പരിഹാരം ആകുന്ന നിലയിൽ ചരക്ക് നീക്കം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലാണ് 2020 സംസ്ഥാന ഗവൺമെൻറ് ബജറ്റിലൂടെ പ്രഖ്യാപിച്ച് 2134 കോടി രൂപ 2022 പ്രിയപ്പെട്ട KN ബാലഗോപാൽ പദ്ധതിക്ക് കിഫ്ബി പദ്ധതിയിലൂടെ അനുമതി നൽകി. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ PWയുടെ നേതൃത്വത്തിൽ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നത്. 2025 ഓഗസ്റ്റ് മാസം 31 തീയതിയാണ് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി പ്രസ്തുത പദ്ധതിയുടെ തുടക്കം നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഏകദേശം 5 മാസം പിന്നിടുമ്പോഴേക്കും തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. മേപ്പാടിയിലും ആനക്കാംപൊയിലും 2 സൈഡിലും ഒരേ സമയം നിർമ്മാണ പ്രവർത്തികൾ അതിവേഗതയിൽ നടക്കുകയാണ്. 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ നീളം കൂടിയ 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കങ്ങളിലൊന്നായി നമ്മുടെ ഈ സ്വപ്ന പദ്ധതി മാറുകയാണ്. 2029 കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് പ്രസ്തുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ. DBL എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനി, PWDയും അതുപോലെ തന്നെ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു കണക്ടിവിറ്റി പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്താൻ, അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ഒരു ചരക്ക് ഗതാഗതത്തെയും ട്രാഫിക്കിൽ സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പ്രസ്തുത പദ്ധതി മാറുകയാണ്. കിഫ്ബി എന്ന ഒരു ഏജൻസിയും കിഫ്ബി എന്ന് പറഞ്ഞ ഒരു ഫണ്ടിംഗ് സംവിധാനവും കേരളം ഒരു മാതൃക കാണിച്ചു കൊടുത്തതുപോലെ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു പദ്ധതി, ഒരു സിംഗിൾ പദ്ധതിക്ക് വേണ്ടി 2134 കോടി രൂപ നമുക്ക് നീക്കിവെക്കാനും അതിമനോഹരമായി പ്രസ്തുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും കഴിഞ്ഞു. താമരശ്ശേരി ചുരത്തിലൂടെ ചരക്ക് കൊണ്ടുപോകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടാറുണ്ടെന്നും തുരങ്കപാത വരുന്നതോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും ലോറി ഡ്രൈവർമാർ പറയുന്നു. ഇപ്പോൾ താമരശ്ശേരി ചുരം ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി കൊണ്ടുപോകാൻ. അതായത് 3 വളവിലും വണ്ടി എപ്പോൾ വേണമെങ്കിലും കുടുങ്ങാനും ബ്രേക്ക് ഡൗൺ ഒക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെപ്പോലത്തെ വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ തുരങ്കപാത എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. കാരണം വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത് മഴ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ചോര ഇടിയാൻ തുടങ്ങും. മണ്ണിടിച്ചിൽ നല്ലവണ്ണം മണ്ണിടിച്ചിലുണ്ടാകും. അതൊക്കെ നമ്മളെപ്പോലത്തെ ഡ്രൈവർമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ തുരങ്കപാത എത്രയും പെട്ടെന്ന് കഴിച്ചിലായി കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഗുണമാണ് നമ്മളെപ്പോലത്തെ ഡ്രൈവർമാർക്ക്. കാരണം ഒന്നാമത് അവിടെ സാധനം എത്താൻ ലേറ്റാവും. പിന്നെ വലിയ വണ്ടിക്കാർ ആ 3 വളവ് വളയുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ടാണെങ്കിൽ ഇപ്പോൾ 2, 3, 4 മണിക്കൂറൊക്കെ അവിടെ കിടക്കേണ്ട അവസ്ഥയാണ്. എല്ലാ വണ്ടിക്കാർക്കും, നമ്മളെ ലോറിക്കാർക്ക് മാത്രമല്ല, കാറാണെങ്കിലും എല്ലാ വണ്ടിക്കാർക്കും. ഇപ്പോൾ ഒന്നാമത് ഈ വീക്കെൻഡൊക്കെ ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര തിരക്കാണ് അവിടെ. കാറാരെ കൊണ്ടാണെങ്കിലും ഭയങ്കര തിരക്കാണ് ഈ വയനാട് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ തുരങ്കപാത എത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാ വണ്ടിക്കാർക്കാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ഗുണമാണ്. നമ്മളെ വണ്ടീൻ്റെ എക്സ്പെൻസ് ആണെങ്കിലും ഡീസലാണെങ്കിലും സമയമാണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് ലാഭമാണ്. തുരങ്കപാത എത്രയും പെട്ടെന്ന് വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ രാവിലെ ഇവിടുന്ന് കർണാടകത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് പച്ചക്കറി ഇറക്കിയിട്ട് രാവിലെ അങ്ങോട്ട് പോകുമ്പം മിക്ക ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ചുരം ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം കർണാടകത്തിൽ 9 മണിക്ക് കാർ അടയ്ക്കും. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരണം. അങ്ങനെയുള്ള 1-2 പ്രാവശ്യമൊക്കെ അതുപോലെ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുരങ്കപാത വരുന്നത് തന്നെ നല്ലത്. ഇപ്പം പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമൊക്കെ എത്തുമ്പോഴേക്ക് വണ്ടികളുടെ തിരക്കും പഴയതുപോലെ ഇപ്പോൾ ഈ വലിയ വാഹനങ്ങളാണ് ഇപ്പോൾ കൂടുതലും ഇപ്പോൾ നിലവിലുള്ള ചുരത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഡെയിലി ചുരം ബ്ലോക്ക് ആകുന്നുണ്ട്. ഇപ്പോൾ ചുരത്തിൻ്റെ വീതി കൂടുതലൊക്കെ വളവ് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എത്രത്തോളം പ്രാബല്യമാകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തുരങ്കപാത പൂർത്തീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വയനാട്ടിൽ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡുമായും കോഴിക്കോട് ജില്ലയിൽ മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാംപൊയിൽ റോഡുമായാണ് തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത്. വരും തലമുറയ്ക്ക് മുതൽക്കൂട്ടാകുന്ന തുരങ്കപാതയുടെ നിർമ്മാണം 2 പാക്കേജുകളിലായാണ് പൂർത്തിയാക്കുക.
പാലവും അപ്രോച്ച് റോഡും അടങ്ങുന്നതാണ് ഒന്നാമത്തെ പാക്കേജ്. ടണൽ പാത നിർമ്മാണമാണ് രണ്ടാമത്തെ പാക്കേജിലുള്ളത്. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും. 4 വർഷത്തിനുള്ളിൽ തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന് മാത്രമല്ല, ചരക്ക് നീക്കം വേഗത്തിലാവുകയും ചെയ്യും. തുരങ്കപാത തിരുവമ്പാടി മണ്ഡലം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ വൻ വികസന കുതിപ്പാണ് ഉണ്ടാക്കുക. ക്യാമറമാൻ ദീപുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ജനകീയ സേവന മേഖലയിൽ പുതിയ മാതൃകയായ ഫാമിലി ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ 26 ബ്രാഞ്ചുകൾ ഒരേ ദിവസം ഒരേ സമയം ഉദ്ഘാടനം ചെയ്തു. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അനുബന്ധ സ്ഥാപനമായ ഫാംകോയുടെ തൃശൂരിലെ ആദ്യ ബ്രാഞ്ചിന്റെയും 25 കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററുകളുടെയും ഉദ്ഘാടനം മരത്താക്കര ധനലക്ഷ്മി ഭവനിൽ പ്രമുഖ ചലച്ചിത്ര താരം ജയരാജ് വാര്യർ നിർവഹിച്ചു. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്, ഡയറക്ടർമാരായ ശ്യാംദേവ്, സുരാജ് കെ ബി, ബിജു എസ് ചുള്ളിയിൽ, സുനിൽകുമാർ കെ, ഗ്രൂപ്പ് CEO മാത്യു തോമസ്, ഫാംകോ ഫൗണ്ടർ ഫാദർ ആന്റണി സാമി, ഫാംകോ കേരള ഹെഡ് രാജേഷ് കുമാർ, കർണാടക ഹെഡ് സുരേഷ് KP, ഫാംകോ CEO മാത്യു കാട്ടുകാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അർഹരായവർക്ക് വീൽ ചെയറുകൾ, തയ്യൽ മെഷീനുകൾ, കിറ്റുകൾ തുടങ്ങിയവ വിതരണം ചെയ്തു. ഒരേ ദിവസം ഒരേ സമയം 26 ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ടാലന്റ് റെക്കോർഡ്സ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡും ഫാംകോയ്ക്ക് ലഭിച്ചു. T20 ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ്. സൂപ്പർ 8ലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. രാത്രി 7 മണിക്ക് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. സെമിയിലെത്താൻ ടീം ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. മഴ കളി മുടക്കിയാൽ റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് ഇൻഡീസ് സെമിയിലെത്തും. കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ ഇന്ത്യ നിലനിർത്താനാണ് സാധ്യത. ഓപ്പണിംഗിൽ സഞ്ജു സാംസണും അഭിഷേകും തന്നെ ഇറങ്ങും. അതേസമയം ശ്രീലങ്കയെ തോൽപ്പിച്ചിട്ടും സെമി കാണാതെ പാകിസ്ഥാൻ പുറത്തായി. മികച്ച റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ മറികടന്ന് ന്യൂസിലൻഡ് സെമിയിലെത്തി. ഗ്രൂപ്പ് 2 നിന്നും ന്യൂസിലൻഡിനെ കൂടാതെ ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1 ദക്ഷിണാഫ്രിക്ക മാത്രമാണ് സെമി ഉറപ്പാക്കിയത്. ഇനി വീണ്ടും പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയെ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. ചരിത്രത്തിൽ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യനെ വധിച്ചു എന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആക്രമണത്തിൽ ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയയും വ്യക്തമാക്കുന്നു. ഇറാനിൽ 7 ദിവസത്തെ അവധിയും 40 ദിവസത്തെ ദുഃഖാചരണവുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഐശ്വര്യ ചേരുന്നുണ്ട്. ഐശ്വര്യ, എന്തായാലും ഇസ്രായേൽ അമേരിക്ക സൈനിക നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. ഇറാൻ ഇത് സ്ഥിരീകരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം US ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഈ ആക്രമണം ഇനിയും തുടരും. മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകുന്നത് വരെ തങ്ങളുടെ ആക്രമണം നടത്തും, ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. മറിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ പ്രധാനമാണ്. ഏത് രീതിയിലായിരിക്കും അവരുടെ പ്രതികരണം ഉണ്ടാവുക എന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ തിരിച്ചടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മിസൈൽ ആക്രമണങ്ങളൊക്കെയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയും അതുകൊണ്ട് തന്നെ ഒരു ഭീതി തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം മരിച്ചത് മറ്റാരുമല്ല, ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇറാൻ ഈ ഒരു സാഹചര്യത്തെ മറികടക്കുക, എപ്രകാരമായിരിക്കും ഇനി ഇറാന്റെ ഒരു നീക്കം എന്നുള്ളതാണ് ലോക രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും നോക്കിക്കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെയും ഈ ആണവ കേന്ദ്രങ്ങളുമായി സംബന്ധിച്ച തർക്കങ്ങളിലൊക്കെയും ഈ ഇറാനെ ആക്രമിക്കാനായി ഈ നാവിക മാർഗം അമേരിക്ക എല്ലാ യുദ്ധ സന്നാഹങ്ങളുമായും തയ്യാറായിരുന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ പടക്കപ്പലുകളൊക്കെയായി അമേരിക്ക സജ്ജമായിരുന്നു ഇറാനെ ആക്രമിക്കാനായിട്ട്. കൂടാതെ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിടുമ്പോൾ അതിനൊരു പിന്തുണയുമായി അമേരിക്ക വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇനി എങ്ങനെയായിരിക്കും ഇറാൻ്റെ ഒരു നീക്കം എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ആരാകും ഇനി ഇറാനെ നയിക്കുക? കാരണം ഇത്രയും കാലം ഇറാനെ നയിച്ചിരുന്നത് ഈ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരുന്നതൊക്കെയും ഈ ഒരു ആയത്തുള്ള അലി ഖമേനി തന്നെയായിരുന്നു. ഇനി ആരാകും ഇനിയൊരു നേതൃത്വത്തിൽ വരിക? ഇറാൻ്റെ ഒരു ഭാവി എങ്ങനെയാകും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഈ ഡൊണാൾഡ്
ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യവേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരും, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി പരമാവധി തങ്ങൾ പോരാടും എന്നുള്ളതാണ് ഈ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അതായത് ലക്ഷ്യം വെച്ചത് ആയത്തുള്ള അലി ഖമേനിയെ തന്നെയാണ് ലക്ഷ്യം വെച്ചത്. ഈ 3 പതിറ്റാണ്ട് നീണ്ട ഒരു സംഘർഷത്തിന് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ലക്ഷ്യത്തിനാണ് ഇപ്പോൾ അമേരിക്കയാണെങ്കിലും ശരി, ഇസ്രായേൽ ആണെങ്കിലും ശരി, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇനി ഇത് ഗൾഫ് രാജ്യങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതായത് ഒരു സാമ്പത്തിക ആഘാതം തന്നെയാകും ഇത് ഉണ്ടാക്കുക. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു പൂട്ടിയതിനാൽ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കൂടാതെ ഇത് ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അത് ഇന്ത്യ ആണെങ്കിലും ശരി തന്നെയാണ്. ഈ ഒരു ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ഈ എണ്ണവിലയിലാകട്ടെ ക്രൂഡ് ഓയിലാകട്ടെ വലിയ രീതിയിലുള്ളൊരു കുതിപ്പായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു സംശയമില്ല. കൂടാതെ ഈ ഒരു സുരക്ഷാ ഭീഷണി, അതായത് ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളായ ഈ ഹൂതികൾ, ഈ ഹിസ്ബുള്ള തുടങ്ങിയ ഈ ഗ്രൂപ്പുകളൊക്കെയും സൗദി അറേബ്യ, UAE എന്ന രാജ്യങ്ങളിലെ എണ്ണ കമ്പനികൾക്കും ഈ വിമാനത്താവളങ്ങൾക്കും നേരെ വീണ്ടും വലിയൊരു ആക്രമണങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ഈ ഒരു സുരക്ഷാ ഭീഷണിയും അവിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാനിൽ ഒരു ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഈ ഒരു യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ പലായനം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളിലേക്ക് വൻതോതിൽ ജനങ്ങൾ പലായനം ചെയ്യുകയും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. കൂടാതെ ഈ ഇറാനിലെ പുതിയ ഒരു ഭരണകൂടം കൂടുതൽ തീവ്രമാവുമോ അതോ ഒരു സമാധാന ശ്രമങ്ങൾക്കായി തയ്യാറാകുമോ എന്നുള്ളതാണ് ഇത് നോക്കിക്കാണുന്നത്. ഇത് ആശ്രയിച്ചിരിക്കും ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഭാവി എന്ന് പറയുന്നത്. കൂടാതെ ഈ ആയത്തുള്ള അലി ഖമേനിക്ക് ശേഷം ഇനി ആരാകും നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളത്. കാരണം 35 വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന ഒരു നേതാവിൻ്റെ ഒരു വിയോഗം വലിയ രീതിയിലായിരിക്കും ഈ ഇറാനെ ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണകൂടത്തിനെതിരെ നിൽക്കുന്ന ആളുകളൊക്കെയും വലിയ രീതിയിൽ ഈ വലിയ സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരാകും ഈ ഒരു നേതൃത്വത്തെ നയിക്കുക? കാരണം ഈ നേതൃത്വത്തിലുണ്ടായിരുന്ന മുൻനിര നായകന്മാരെല്ലാം ഈ സൈനികരെ നയിക്കുന്നവരാകട്ടെ, ഈ ഖമേനി ആകട്ടെ, കൂടാതെ ഖമേനിയുടെ മകളും ഭർത്താവും അടക്കമുള്ള കുട്ടിയും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആരാകും ഈ ഒരു നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളതിന് ചൊല്ലിയൊരു തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. അപ്പോൾ ഇനി മകനായിരിക്കുമോ ഇനി നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളതും നോക്കിക്കാണുന്നുണ്ട്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന അവരുടെ ആഗ്രഹമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അതായത് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചിരിക്കുകയാണ്. ഇനി അവർ വീണ്ടും പറയുന്നത് ഇറാനെതിരായ ഒരു ആക്രമണം അവർ നിർത്തുകയില്ല, വീണ്ടും ആക്രമിക്കും. അതായത് തങ്ങളുടെ പരിധിയിലാകുന്നതുവരെ ഈ ആണവ കേന്ദ്രങ്ങളുടെയൊക്കെ ഒരു ആണവ കേന്ദ്രങ്ങളൊക്കെയും കൈയാളി വച്ചിരിക്കുന്നത് ഇറാൻ തന്നെയാണ്, ഈ പരമോന്നത നേതാവ് തന്നെയാണ്. അപ്പോൾ ഈ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധം പ്രയോഗിക്കുമോ, ഈ ആണവ ശേഷി മറ്റു രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളൊക്കെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതിഗതികളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ട്രംപും കൂടാതെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും. എന്തായാലും ഇവരുടെ ഒരു ലക്ഷ്യം ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്, ഖമേനിയെ വധിച്ചിരിക്കുകയാണ്. ഇനി മുൻപോട്ടുള്ള നീക്കങ്ങളൊക്കെയും സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും. കാരണം കഴിഞ്ഞ ജൂണിൽ നമ്മൾ കണ്ടതാണ് 12 ദിവസം നീണ്ടു നിന്ന ഒരു ആക്രമണം. അമേരിക്ക ഇറാനെതിരെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ആക്രമണം ഒക്കെയും. അപ്പോഴും ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ അടുത്തൊക്കെയും ഈ ഒരു ആക്രമണം എത്തിയെങ്കിലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല, ഈ തങ്ങളുടെ ലോഞ്ചിങ് പാഡുകൾക്കൊന്നും ഒരു നഷ്ടവും സംഭവിച്ചിരുന്നില്ല എന്നൊക്കെ ഇറാൻ വ്യക്തമാക്കിയതാണ്. അതേസമയം അമേരിക്ക വാദിച്ചത് ഇല്ല, ഇറാന്റെ ലോഞ്ചിങ് പാഡുകളൊക്കെയും തകർന്നു തരിപ്പണമായിരിക്കുന്നു, ഇറാൻ തകർന്നു എന്നാണ് വാദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇസ്രായേൽ ഇന്നലെ ഇന്ത്യൻ സമയം ഒരു ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ്റെ ഈ പ്രതിരോധ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമാക്കി ആക്രമിക്കുന്നു. അതിലൊരെണ്ണം ലക്ഷ്യം തെറ്റിയാണ് ഇറാനിലൊരു സ്കൂളിന് നേരെ പതിക്കുകയും കുഞ്ഞുങ്ങളുടെ ജീവൻ, ഏകദേശം 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടമായത്. അതിനുശേഷം മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു. ഇറാൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി, ഇസ്രായേൽ തലസ്ഥാനത്തെയും ലക്ഷ്യമാക്കി തിരിച്ചടിക്കുന്നു. കൂടാതെ തന്നെ ഒരേ സമയം 6 ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറാൻ്റെ മാത്രം ഒരു കഴിവല്ല. ഇറാൻ എന്ന കൊച്ചു രാജ്യത്തിനെ പിന്തുണയ്ക്കാനായി പുറകിൽ വലിയൊരു വൻ ശക്തിയുണ്ട്
ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതാണ് റഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇനി ഇറാന്റെ ആക്രമണത്തെ ചെറുക്കാനായി എങ്ങനെയായിരിക്കും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നീക്കം, കൂടാതെ എന്താകും ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിതിഗതികൾ എന്നുള്ളതെല്ലാം ഇന്ത്യയും നിരീക്ഷിച്ചു വരികയാണ്. തീർച്ചയായിട്ടും. എന്തായാലും US സെൻട്രൽ കമാൻഡ് ഇപ്പോഴും പറയുന്നത് തിരിച്ചടി തുടരും, വീണ്ടും ആക്രമണം നടത്തും, ഈ ആഴ്ച ഉടനീളം ആക്രമണം നടത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ അത് ഈ പറയുന്നത് പോലെ 1-2 രാജ്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വരും വരായികകൾ എന്താണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾ നമുക്ക് അറിയേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. എന്തായാലും ഗുഡ് മോർണിംഗ് കേരളം ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.